കൂട്ടുകാരെ, അമ്മയും മോർണിംഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കിടങ്ങറായി എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്. അപ്പം ഞാനിന്ന് കിടങ്ങറായിലാണ്. അപ്പം പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് കറി വെക്കുകയാണ്. എൻ്റെ കൂടുതൽ കപ്പയും കൂടെ കുഴയ്ക്കുന്നു. ഇവിടെയൊക്കെ നല്ല മഴയാണ്. നമുക്ക് കാണണ്ടേ, എല്ലാം ഇതാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, മുളക് പൊടി 4 സ്പൂണോളം ഇട്ടിട്ടുണ്ട് മുളക് പൊടി. പിന്നെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത്തിരി ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇത്തിരി ചിക്കൻ മസാലയും പിന്നെ ഉപ്പും എല്ലാം കൂടെ തേച്ച് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ. അപ്പം നമ്മൾ ഫ്രൈ പാൻ വെച്ചിരിക്കുകയാണ്. ഫ്രൈ പാൻ ചൂടായി. നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ തിളക്കട്ടെ. നമുക്ക് ഒരു പീസ് എടുത്ത് നോക്കാം. എണ്ണ തിളച്ച് നല്ലതുപോലെ എണ്ണ തിളച്ചിരിക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രൈ ആക്കാതെ ചെയ്യും. ഇത് നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല രുചിയായിരിക്കും. ഫ്രൈ ആക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഫ്രൈ ആകട്ടെ. നമ്മളതിനിടയ്ക്ക് കപ്പ കഴിക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതേ കാണിച്ചേട്ടെ. കപ്പ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പയും ചിക്കൻ കറിയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. കപ്പയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ചതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫ്രൈ ആക്കി കറി വെക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് നല്ലതായിട്ട് ഫ്രൈ ആകണ്ട. നമ്മൾ മറിച്ചിടുകയാണേ. എന്താണ് ഒന്നും കാണിച്ചേക്കാം. നമുക്ക് പകുതി വേവായാൽ മതി. ഇപ്പം എല്ലാം മറിച്ചിട്ട് ഇനി ബാക്കി ആവശ്യം കൂടെ വേവട്ടെ. നമ്മുടെ കപ്പ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. നല്ലതായിട്ട് വെന്തിട്ടില്ല. അപ്പം നമുക്കിനി സവോളയൊക്കെ അരിഞ്ഞിട്ട് ഇത് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ. നമ്മുടെ കപ്പ വെന്തിട്ടില്ല. നമ്മൾ ദേഹത്തിപ്പം കുക്കറിലോട്ടാക്കി ഒരു വിസിലടിക്കാം. നല്ല വേഗത്തുള്ളൂ. അന്ന് അപ്പോൾ വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കനും റെഡിയാകും. അപ്പം നമുക്ക് സവോളയൊക്കെ വഴറ്റുന്ന കാണിച്ചു തരാം. ഇത് ഫ്രൈ ആയി. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് പഴുതി വേവും മതി. നല്ലതായിട്ട് ഫ്രൈ ആണ്. ഇതിട്ട് പോരാം. എന്നിട്ട് അടുത്ത അതിലൂടെ നമുക്ക് പകുതി വേവിന് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത തുടങ്ങിടാം. അടുത്ത പാനിലോട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്.
അതുകൂടെ സെറ്റായിട്ട് നമുക്ക് സവോള വഴറ്റി എടുക്കാം. വെന്ത് ഊറ്റി കപ്പ നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് മിക്സ് ചെയ്യാം. എല്ലാവർക്കും കപ്പ കഴിക്കാൻ അറിയാം, എങ്കിൽ ഞാൻ കപ്പ വഴിക്കുകയാണേ. അപ്പോൾ കുക്കറിലിട്ടപ്പം വെന്ത് അത് നമ്മൾ മിക്സ് ചെയ്യാണ്. കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡ് സവാള ഒരു 8 സവാളയുണ്ട്. 8 സവാളയും 2 പച്ചമുളകും കൂടെ നമ്മൾ വെച്ചിരിക്കുക. ഇത്തിരി വെളുത്തുള്ളിയും കൊണ്ട് നമ്മൾ പേസ്റ്റ് ഒക്കെ ചേർക്കുക, എങ്കിൽ ഇത്തിരി വെളുത്തുള്ളിയും കൂടെ ചേർത്തേക്കാം. പിന്നെ 2 തക്കാളിയും വേണം, അതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഈ മഴ കാരണം വോളിയം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു, സൗണ്ട് റെഡി ആവുന്നില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പം നമുക്ക് ഇതിഞ്ഞ് വഴറ്റി കാണിച്ചു തരാം. ഇപ്പം നല്ലതായിട്ട് ഇതുകൊണ്ട് ഇടിച്ചപ്പം നല്ലതായിട്ട് കവികൊണ്ടായിട്ട് ശരിയാകുന്നില്ലായിരുന്നു. ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചപ്പാത്തിയുടെ ഇതാണേ, നല്ലതായിട്ട് കുഴഞ്ഞ് കിട്ടി. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഈ കപ്പയ്ക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടാം. ചൂടായി അതിന് വേണ്ടിയിട്ട് കടുക് വറക്കാനായിട്ട് 2-3 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, നമ്മുടെ ഉണക്കമുളക്. ഇതൊന്ന് കടുക് പാൻ്റകത്ത് കടുകിട്ട് കടുക് പൊട്ടി ഉള്ളിയും ഉള്ളിയും കറിവേപ്പിലയും ഇതൊന്ന് വറുത്ത്. ചിലവർ കടുക് വറക്കില്ല, പക്ഷെ നമുക്കതാകുമ്പോൾ ഒരു നല്ല രുചിയായിരിക്കും. മുകളിൽ നമുക്കൊന്ന് ഇടാനായിട്ടാണ് കപ്പിടുന്നത്. ഈ കപ്പയിൽ ആക്കിയിട്ട് ഇത്തിരി മുളക് പൊടി, പിന്നെ ചിക്കനുള്ള പാനും കൂടെ സവോള വഴറ്റാനുള്ളത്. നമുക്ക് സവോള വഴറ്റാനുള്ള ചിക്കൻ കറി വെക്കാനുള്ള പാനൂടെ വെച്ച് ഇത് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് സവോള ഇട്ട് കാണിക്കാം. അരിഞ്ഞു വെച്ചിരുന്ന സവാള അങ്ങോട്ട് ഇടുകയാണ്.
പതിയെ അവിടെ കിടന്ന് നല്ല ഇതൊരു ബ്രൗൺ കളറാകട്ടെ, അതുവരെയിട്ട് നമുക്ക് വഴറ്റാം. അപ്പം വഴറ്റുന്നിടുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് പൊടിയും കൂടെ ഉണ്ടോ നല്ലതായിട്ട് വഴന്നു. ഇനി നമുക്ക് ഈ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഇതിലോട്ട് ഇടാം. നല്ലതായിട്ട് ഇളക്കിയേ. നമുക്ക് 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരന് തക്കാളി വേണം നല്ലതായിട്ട്. ഇനി അത് നമ്മൾ തീ കുറച്ചിട്ട് ഇരുന്ന് വേവട്ടെ. നമ്മുടെ കപ്പ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കപ്പയും കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കനും കൂടെ ഇപ്പം വേഗം എന്നിട്ട് നമ്മൾ കാണിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കാണിച്ചു തക്കാളിയൊക്കെ നമ്മൾ വെച്ചിരുന്നില്ല മുകളിൽ, അതൊക്കെ വെന്ത് ഇതിനോട് ചേർന്നിട്ടുണ്ട്. ഇത്തിരി നേരം കൂടെ ഒന്നിരുന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഫ്രൈയല്ല, ഒന്ന് വറ്റി നല്ല വൈദ്യുതി പരുവത്തിലായിക്കോട്ടെ. നമ്മുടെ കറിവേപ്പില ഇത് കപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണേ. ഇത്തിരി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പയും ചിക്കൻ കറിയും കൂടെ ആക്കാം. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ആയിരിക്കുകയാണ്. ഇത്തിരി 5 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി. അപ്പോൾ കപ്പയും റെഡി, ചിക്കൻ പകുതി ഫ്രൈ ആക്കിയിട്ട് കറിയും ആയിരിക്കുകയാണ്. കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്യണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. നല്ല ഫ്രണ്ട്സ്, ഭയങ്കര മഴയാണ്. നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ? അപ്പോൾ ചൂടിന് ഒത്തിരി ആശ്വാസമുണ്ട്. എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.